അടുത്ത് നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ ഒരു കോഷീസ് തിയറം. ഓക്കെ, അടുത്ത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല, പിന്നെ റെസിഡ്യൂസ് തിയറം. ഓക്കെ, ഇത്രയും തിയറങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അതിൽ നമുക്ക് കോഷീസ് തിയറം എന്താണെന്ന് നോക്കാം. ആ കോഷീസ് തിയറം നോക്കും മുമ്പ് നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇപ്പം ഞാൻ പഠിപ്പിച്ചിട്ടിരിക്കുന്ന കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ, ആ ഡിഫറൻസിയേഷനിൽ ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ, ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ, ഇങ്ങനെ രണ്ട് വാക്കുകൾ, ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ, അനാലിറ്റിക് ഫംഗ്ഷൻ. അത് എന്താണ് ജസ്റ്റ് ഒന്ന് പറയാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം അങ്ങനെ ഒന്നും ഇപ്പം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പിള്ളേർ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു എഫ് ഓഫ് ഇസറ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ, എഫ് ഓഫ് ഇസറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇസറ്റ് നാട്ട് എന്നൊരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, ആ ഇസറ്റ് നാട്ട് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഇസറ്റിന് ഡിഫറൻഷ്യൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ആ പോയിന്റ് പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് ഇസറ്റ് ഡിഫറൻഷ്യബിൾ അറ്റ് ഇസറ്റ് നാട്ട്. എഫ് ഓഫ് ഇസറ്റിനെ നമുക്ക് ആ ഇസറ്റ് നാട്ട് എന്നൊരു പോയിന്റിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇപ്പോൾ കോംപ്ലക്സ് ഡിഫറൻസിയേഷനിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. CR ഇക്വേഷൻ പഠിപ്പിക്കുമ്പോഴെല്ലാം ഏത് പോയിന്റിലാണ് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും, ഏത് പോയിന്റിലാണ് ഡിഫറൻഷ്യൽ ആവില്ല, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിനെ എഫ് ഓഫ് ഇസറ്റ് ഡിഫറൻഷ്യബിൾ അറ്റ് ഇസറ്റ് ഈക്വൽ ടു ഇസറ്റ് നാട്ട് എന്ന് പറയും. ഈ ഇസറ്റ് നാട്ടിൻ്റെ തൊട്ടടുത്ത പോയിന്റ്സുകൾ അതിനെ നെയ്ബർഹുഡ് എന്ന് പറയും. ഇസറ്റ് നാട്ടിൻ്റെ തൊട്ടടുത്ത് വരുന്ന പോയിന്റ്സുകൾ. നീ ചോദിക്കും, സാർ ഏത് പോയിന്റാണ് അടുത്ത് വരുന്നത്? 0ൻ്റെ അടുത്ത് വരുന്ന പോയിന്റ് ഏതൊക്കെയാണ്? പോയിന്റ് 0.00000 അങ്ങനെ തൊട്ടടുത്ത് റൗണ്ട് ചെയ്ത് വരുന്ന പോയിന്റ്, 0ൻ്റെ തൊട്ടടുത്ത പോയിന്റുകൾ. അങ്ങനെ അതിൻ്റെ വാക്ക് മാത്തമാറ്റിക്സ് പറയുന്ന നെയ്ബർഹുഡ്. ഇസറ്റ് നാട്ടിൻ്റെ തൊട്ടടുത്ത പോയിന്റുകൾ, നെയ്ബർഹുഡുകൾ, അവിടെയും ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ എഫ് ഓഫ് ഇസറ്റിനെ അനാലിറ്റിക് അറ്റ് ഇസറ്റ് നാട്ട് എന്ന് പറയും. അപ്പോൾ അനാലിറ്റിക്കും ഡിഫറൻഷ്യബിളും രണ്ടും ഡിഫറൻ്റ് ആയിട്ട് കാണണ്ട. ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് ഓഫ് ഇസറ്റ് ഡിഫറൻഷ്യബിൾ അറ്റ് ഇസറ്റ് നാട്ട്. ആ പോയിന്റ് തൊട്ടടുത്ത പോയിന്റ്സുകളെല്ലാം ഇത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിന് അനാലിറ്റിക് എന്ന് പറയും. ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ്, ഏതൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ ഇപ്പം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്തിൽ ക്ലിയർ ആക്കി തരാം. ഇപ്പം അതിനെക്കുറിച്ചൊരു പേടി വേണ്ട. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഒരു കോംപ്ലക്സ് പ്ലെയിൻ, നമ്മുടെ XY പ്ലെയിനിൽ കുറച്ച് ഫംഗ്ഷൻ ഉണ്ട്. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, സൈൻ AZ, കാസ് AZ, പിന്നെ പോളിനോമിയൽ. ഇത്രയും ഫംഗ്ഷൻ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, സൈൻ ഫംഗ്ഷൻ, കാസ് ഫംഗ്ഷൻ, പോളിനോമിയൽ ഇൻ ഇസറ്റ്, ഇത് കോംപ്ലക്സ് പ്ലെയിനിൽ എവിടെ നോക്കിയാലും അനലിറ്റിക് ആണ്. അതെന്ന് പറഞ്ഞാൽ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും ആ പോയിന്റ് നെയ്ബർഹുഡ് പോയിന്റിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനെയൊക്കെ എന്ത് പറയുമ്പോൾ എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയും. ഇതിന് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, സൈൻ AZ, കാസ് AZ, പിന്നെ നമ്മുടെ പോളിനോമിയൽ ഇൻ ഇസറ്റ്. ഓക്കെ, ഈ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ആ കാര്യം മാത്രം മനസ്സിലാക്കുക. എന്താണ് അനാലിറ്റിക് എന്ന് പറഞ്ഞാൽ? ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ മാത്രമല്ല, ആ പോയിന്റിന്റെ തൊട്ടടുത്ത പോയിന്റ് നെയ്ബർഹുഡിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ എഫ് ഓഫ് ഇസറ്റ് അനലിറ്റിക് അറ്റ് ഇസറ്റ് നാട്ട് എന്ന് പറയാം. ഈ ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന ആ ഫംഗ്ഷൻ എന്താണ്? ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും സൈൻ AZും കാസ് AZും പിന്നെ പോളിനോമിയൽ ഇസറ്റും കോംപ്ലക്സ് പ്ലെയിനിൽ എവിടെ നോക്കിയാലും അനാലിറ്റിക് ആണ്. അത് എവിടെ നോക്കിയാലും ഡിഫറൻഷ്യബിൾ ആണ്. ഏത് പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ അത് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് അതിന് എൻറ്റയർ ഫംഗ്ഷൻ എന്ന് കൂടെ പറയും. അപ്പോൾ ഇപ്പം നീ ജസ്റ്റ് അറിയേണ്ട ഈ ഒരു കാര്യം മാത്രമാണ്. എന്താണ് നമ്മുടെ ഒരു കോഷീസ് തിയറം. നമ്മുടെ ഹെഡിങ് ഇതാണ്, CAUCHY, കോഷീസ് തിയറം. ഓക്കെ, അത് പറഞ്ഞ ഫസ്റ്റ് നോട്ട് എഫ് ഓഫ് ഇസറ്റ് ഇസ് ഈക്വൽ ടു ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ e raised to AZ, sin AZ, cos AZ, Z raised to n plus A1 into Z raised to n minus 1 plus etc plus AN, polynomial in Z, or analytic everywhere in the complex plane. ഇത്രയും ഫംഗ്ഷൻ നീ ഇപ്പോഴത്തേക്ക് സത്യമെന്ന് വിചാരിച്ചെടുക്കുക. ഈ ഫംഗ്ഷനെ എവിടെ വേണമെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. കോംപ്ലക്സ് പ്ലെയിനിൽ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും ഇതിനെ അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തൊട്ടടുത്ത പോയിന്റിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് ഇത്രയും കോംപ്ലക്സ് പ്ലെയിനിൽ എവിടെ നോക്കിയാൽ അനലിറ്റിക് ആണ്. ഈ ഫംഗ്ഷൻ്റെ അടുത്ത പേരാണ് എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയും. ഇത് നീ മനസ്സിലാക്കുക. ഓക്കെ,
ഇപ്പം നമുക്ക് അടുത്തത് കുറച്ച് എളുപ്പമാണ്. പിള്ളേർ കാണുമ്പോൾ ഭയങ്കര അപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ തോന്നുന്നു വിചാരിക്കുക. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല. ഇപ്പം നമുക്ക് അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ് അതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ നമുക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നമ്പർ 1, f of z is equal to e raised to minus 3z by z plus 2 into z minus 3. ഇതൊരു എക്സാമ്പിൾ. സോ ഈ പ്രോബ്ലം നോക്കുമ്പോൾ ന്യൂമറേറ്ററിൽ ഇരിക്കുന്നത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. നമ്മൾ ജസ്റ്റ് മുമ്പ് തന്നെ പറഞ്ഞ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഏതെടുക്കുകയാണെങ്കിൽ കോംപ്ലക്സ് ഫംഗ്ഷൻ ഏതെടുക്കുകയാണെങ്കിൽ അത് അനാലിറ്റിക് ആണ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് 3 എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ അനാലിറ്റിക് ആണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോളിനോമിയലാണ്. പക്ഷെ ഇത് എവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇസറ്റിൻ്റെ പ്ലേസിൽ -2 ഇടുകയാണെങ്കിൽ ഈ ഡിനോമിനേറ്റർ 0 ആവും. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഡിനോമിനേറ്ററിൽ 0 ആക്കുന്ന പോയിന്റ്സിലെല്ലാം ഇത് ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഇസറ്റിൻ്റെ പ്ലേസിൽ -2 ഇടുമ്പോൾ ഡിനോമിനേറ്റർ 0 ആവും. അപ്പോൾ ആ പോയിന്റിൽ അത് അനാലിറ്റിക് അല്ല, കാര്യം ഫംഗ്ഷൻ ഡിഫൈൻഡ് പോലുമല്ല. പിന്നെ ഇസറ്റ് ഈക്വൽ ടു 3 ഇട്ടാൽ ഇവിടെ എന്താവും? ഇതെന്താവും? 3 ഇടുമ്പോൾ 3 - 3 എന്താവും? 0 ആവും. അപ്പോൾ ഇവിടെ നമുക്ക് അനാലിറ്റിക് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇവിടെ ഇരിക്കുന്നത് എക്സ്പൊണൻഷ്യൽ ആണ്, ഇവിടെ ഇരിക്കുന്ന പോളിനോമിയൽ. സോ കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്. പക്ഷേ എക്സെപ്റ്റ് ഡിഫൈൻഡ് ഇല്ലാത്ത പോയിന്റ് ഒക്കെ ഇസറ്റ് ഈക്വൽ ടു -2 ഇട്ടാൽ ഡിനോമിനേറ്റർ 0 ആണ്, ഇസറ്റ് ഈക്വൽ ടു 3 ഇട്ടാൽ 0 ആണ്. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് കിട്ടിയ റിസൾട്ട് നോക്കുമ്പോൾ ക്ലിയർലി f of z is analytic at all points except at ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റിൽ നിന്ന് കിട്ടിയത് -2 പിന്നെ സെക്കൻഡിൽ നിന്ന് കിട്ടിയത് 3 ആണ്. ഡിനോമിനേറ്റർ 0 ആണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഫംഗ്ഷൻ അനാലിറ്റിക്കിന് നോട്ടെടുക്കുക, ഈ എക്സാമ്പിൾ കൂടെ നോട്ടെടുക്കുക. ഇപ്പോൾ സെക്കൻഡ് എക്സാമ്പിൾ നീ തന്നെ ഇപ്പോൾ പറയാൻ പോകുന്നു. f of z is equal to sin 3z divided by z into z minus I into z plus 2 minus 3i into z plus z minus 3 plus I എന്നിരിക്കട്ടെ ഒരു ഫംഗ്ഷൻ. ഓക്കെ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ ഫ്രീ ആയിട്ട് നോക്കുക. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈ രണ്ട് എക്സാമ്പിളോട് ഞാൻ അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം സ്റ്റോപ്പ് ചെയ്യും. നീ തന്നെ മനസ്സിലാക്കി എടുക്കണം. ഓരോരോ കാര്യങ്ങളും ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് വളരെ കെയർഫുൾ ആയിട്ട് നോക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് sin 3z നമുക്ക് നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സൈൻ ഫംഗ്ഷനൊക്കെ അനാലിറ്റിക് ആണ്. താഴെ ഉള്ളത് പോളിനോമിയലാണ്, അനാലിറ്റിക് ആണ്. ഫംഗ്ഷൻ എവിടെയൊക്കെ ഡിഫൈൻഡ് ഇല്ല. ഇവിടെ ഇസറ്റിൻ്റെ പ്ലേസിൽ സപ്പോസ് 0 ഇടുമ്പോൾ ഇസറ്റ് ഈക്വൽ 0 എന്താവും? ഡിനോമിനേറ്റർ 0 ആവും. സോ അപ്പോൾ അവിടെ ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഇസറ്റ് ഈക്വൽ 0ൽ അനാലിറ്റിക് ഫെയിലർ ആകുകയാണ്, ഡിഫൈൻഡ് അല്ല. പിന്നെ ഇവിടെ ഇസറ്റിന് പകരം ഐ ഇടുമ്പോൾ എന്താ കിട്ടും? I minus I ഈക്വൽ 0 ആവും. അപ്പോൾ ഇസറ്റ് ഈക്വൽ 0 ഇടുമ്പോൾ അനാലിറ്റിക് ഫെയിലർ ആവും, ഇസറ്റ് ഈക്വൽ ഐ ഇടുമ്പോൾ അനാലിറ്റിക് ഫെയിലർ ആവും. ഇതൊക്കെ പേടിക്കാതെ ഇത് 0 ആക്കാൻ എന്ത് ചെയ്യും? ഇസറ്റിന് പകരം ഏത് വലിയ 0 ആക്കും? ആലോചിച്ച് നോക്ക്. ഇസറ്റിന് പകരം ഇവിടെ ഞാൻ -2 ഇട്ടാൽ -2 + 2 ക്യാൻസൽ ആവും. പിന്നെ +3 എടുത്താൽ എന്താവും? -3യും +3യും ക്യാൻസൽ ആവും. ഇവിടെ ഇരിക്കുന്ന നമ്പറിന്റെ സൈൻ ചേഞ്ച് ചെയ്തിട്ട് അപ്പോൾ എന്തായിരിക്കും? -2 + 3i. ഇവിടെ -2 + 3 ഇട്ടാൽ എന്താവും? ആ -2ഉം +2ഉം ക്യാൻസൽ ആവും, 3iയും -3യും ക്യാൻസൽ ആവും. ആലോചിക്കും. ഇവിടെ ഇസറ്റിന് പകരം നമുക്ക് -2 + 3 ഇടുമ്പോൾ ഡിനോമിനേറ്റർ 0 ആണ്. അപ്പോൾ ആ ഫംഗ്ഷനിൽ ഡിനോമിനേറ്റർ 0 ഇടുന്നതുകൊണ്ട് അവിടെ അനാലിറ്റിക് ഫെയിലർ ആണ്. സോ ഇവിടെ എടുക്കണം എന്താണ്? ആലോചിച്ച് ഇതിൻ്റെ പുറം ആലോചിച്ച് നോക്ക്. എന്താണ്? ഇസറ്റിൻ്റെ പ്ലേസിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. എന്തെടുക്കണം? 3 - I എടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ 3 - I എന്ന് എടുത്ത്. അപ്പോൾ എന്താ? ഇസറ്റിൻ്റെ പ്ലേസിൽ 3 - I ഇട്ടാൽ 3യും -3യും ക്യാൻസൽ ആവും. -I ആണ് എടുക്കുന്നത്, 3 - I ആണ്. 3യും -3യും ക്യാൻസൽ ആവും. പിന്നെ -iയും +iയും ക്യാൻസൽ ആവും. അപ്പോൾ ഈ പോയിന്റ് മുകളിലുള്ള സൈൻ ഫംഗ്ഷൻ കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്, താഴത്തെ ഉള്ളത് പോളിനോമിയൽ കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്. എവിടെയൊക്കെ ഡിഫൈൻഡ് അല്ല. അപ്പോൾ എന്താണ്? ക്ലിയർലി f of z is analytic at all points except at ഏതൊക്കെ? ഫസ്റ്റ് z ഈക്വൽ ടു 0. z ഈക്വൽ 0 ആകുമ്പോൾ ഡിനോമിനേറ്റർ 0 ആണ്, z ഈക്വൽ 0. പിന്നെ എന്താണ്? z ഈക്വൽ ടു I. z ഈക്വൽ ടു I ഇട്ടാൽ I - I 0 ആണ്. ഇവിടെ എന്തിടണം? z ഈക്വൽ ടു -2 + 3i. ഇവിടെ -2 + 3 ഇട്ടാൽ +2ഉം -2ഉം ക്യാൻസൽ ആണ്, +3യും -3യും ക്യാൻസൽ ആണ്. പിന്നെ എന്താണ്? z ഈക്വൽ ടു
3 മൈനസ് ഐ. ഇവിടെ 3 ഇടുമ്പോൾ 3യും -3 ക്യാൻസലാണ്. പിന്നെ -i ഇസഡ് ഇവിടെ 3 - i ഇടുന്നത് 3 -3 ക്യാൻസലാണ്, -i + i ക്യാൻസലാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് അനാലിറ്റിക് ഫെയിലർ ആവും. അപ്പോൾ ഈ എക്സാമിന് ഇങ്ങനെ വരുള്ളൂ, നീ കൂടുതൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടുതൽ നോക്കണമെന്നില്ല. കാര്യം നമുക്ക് അടുത്ത പ്രോബ്ലങ്ങൾ വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് നോക്കാൻ തന്നെ പോകണം. ഓക്കെ, ഇപ്പം നിനക്ക് അറിയുന്ന കാര്യങ്ങൾ ഇതാണ്. ഇത് രണ്ട് കാര്യമാണ് ഞാൻ അറിയുന്നത്. എന്താണ് ഒരു ഫംഗ്ഷൻ, അനാലിറ്റിക് ഫംഗ്ഷൻ ഏതൊക്കെയാണ്, കോംപ്ലക്സ് ദ ഹോൾ പ്ലെയിനിൽ അനാലിറ്റിക് ഫംഗ്ഷൻ ഏതൊക്കെയാണ് അത് നമുക്കറിയാം. എന്തൊക്കെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, സൈൻ ഫംഗ്ഷൻ, കൊസൈൻ ഫംഗ്ഷൻ, പോളിനോമിയൽ യൂണിയൻ സെറ്റ്. ലാർജ് സെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അനാലിറ്റിക് തന്നെയാണ്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് അനാലിറ്റിക് ആണ്. പക്ഷെ ഒരു പോയിന്റിൽ മാത്രം പ്രശ്നം ഉണ്ടാവും. എവിടെയാണ് ഇസെറ്റ് ഈക്വൽ 0 ലാഗ് ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു പോയിന്റ് മാറ്റി വെച്ചാൽ പ്രശ്നമില്ല. പക്ഷെ ആ പോയിന്റിൽ ലാഗ് സെറ്റിന്റെ വാല്യൂ 0 അത് ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് ആ പോയിന്റിൽ മാത്രം അനാലിറ്റിക് ഫെയിലർ ആവും. ബാക്കി എല്ലായിടങ്ങളിലും ലാഗ് സെറ്റ് അനാലിറ്റിക് ആണ്. അത് പക്ഷെ ഞാനെന്താ ഇവിടെ കൊണ്ടുവരാത്ത കാര്യം, ഇത്രയും ഫംഗ്ഷൻ മൊത്തം ഇടത്തിൽ അനാലിറ്റിക് ആണ്. എവിടെ വേണമെങ്കിലും ഏത് പോയിന്റിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്തുള്ള പോയിന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്കറിയാം. അനാലിറ്റിക് ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ നമ്മൾ നോക്കി. പിന്നെ അതിനുശേഷം നമുക്കൊരു ഫംഗ്ഷൻ തരുകയാണെങ്കിൽ അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അറിയാം. എന്താണ് എവിടെയൊക്കെ ഡിഫൈൻഡ് ആകുന്നില്ല, ഡിനോമിനേറ്ററിൽ ഏത് പോയിന്റ് ഒക്കെ ഇട്ടാൽ ഡിനോമിനേറ്റർ 0 വരുന്നു, ആ പോയിന്റ് ഒക്കെ ഇല്ല നമുക്ക് അനാലിറ്റിക് ഫെയിലർ എന്ന പോയിന്റുകളാണ്. വളരെ ക്ലിയർ ആയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യം നമുക്കറിയാം. ഇതിൻ്റെ ചില എക്സാമ്പിൾസുകൾ നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഉണ്ട്. 2-3 എക്സാമ്പിൾ ഉണ്ട്. നമുക്ക് അതൊക്കെ ഞാൻ നിങ്ങളെ ക്ലാസ് ഓൺലൈൻ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് തരാം. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് കോഷി തിയറത്തിന് പോവാം. ഓക്കെ, ആ തിയറം പറയുന്നത് ഇങ്ങനെയാണ്. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്: if f of z, a function, if f of z is analytic at all points, എല്ലാ പോയിന്റ്സിലും അത് അനാലിറ്റിക് ആയിരിക്കണം. at all points inside and on a closed curve C, then തന്നിരിക്കുന്ന ആ സർക്കിളിന്റെ അകത്ത് എഫ് ഓഫ് ഇസഡ് കംപ്ലീറ്റ് ആയിട്ട് അനാലിറ്റിക് ആണെങ്കിൽ, സർക്കിളിന്റെ അകത്ത് മാത്രമല്ല എന്താണ് എഫ് ഓഫ് ഇസഡ് അനാലിറ്റിക് അറ്റ് ആൾ പോയിന്റ് ഇൻസൈഡ് അതിന്റെ ആണിയെ സർക്കിളിന്റെ അകത്തും അനാലിറ്റിക് ആയിരിക്കണം. പിന്നെ സർക്കിളിന്റെ മുകളിലും ആ ലൈനിൽ അനാലിറ്റിക് ആയിരിക്കണം. അപ്പോൾ എഫ് ഓഫ് ഇസഡ് അനാലിറ്റിക് അറ്റ് ആൾ പോയിന്റ് ഇൻസൈഡ് അതിന്റെ ആണിയെ സിമ്പിൾ ക്ലോസ്ഡ് കർവ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ക്ലോസ്ഡ്. ഓക്കെ, സിമ്പിൾ ക്ലോസ്ഡ് കർവ് സി, ദെൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. ഇനി ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ഈ സി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കർവാണ്. ഈ തന്നിരിക്കുന്ന ഇന്റഗ്രേണ്ട് അനാലിറ്റിക് ഫെയിലർ എന്ന പോയിന്റൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ആ പോയിന്റൊക്കെ ഈ ക്ലോസ്ഡിന്റെ കർവിന്റെ അകത്ത് ഇല്ലെങ്കിൽ എന്താണ് അനാലിറ്റിക് ഫെയിലർ എന്ന പോയിന്റ് സപ്പോസ് ഇവിടെ ഉണ്ടായിരുന്നു, അത് കർവിന്റെ അകത്തില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്നത് കർവിന്റെ പുറത്താണ്. അപ്പൊ അതിന് മീൻ എന്താണ്, കർവിന്റെ അകത്തും ഓൺ ദ കർവിലും അതെന്താണ് അനാലിറ്റിക് ആണ്. കാര്യം അനാലിറ്റിക് ഫെയിലർ എന്ന പോയിന്റ് കർവിന്റെ അകത്ത് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിന് ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ 0 ആണ്. സ്റ്റേറ്റ്മെന്റ് നോക്ക്: എഫ് ഓഫ് ഇസഡ് ഈസ് അനാലിറ്റിക് at all points inside and on a simple closed curve C. ഈ സർക്കിളിന്റെ അകത്തും അതിന്റെ മുകളിൽ അതിന്റെ റൗണ്ട് പോയിന്റിലും ആ ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിലും ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇപ്പം നിനക്ക് ഒരു ഡൗട്ട് വരും. ഇപ്പം മൈൻഡിൽ വരുന്ന ഡൗട്ട് എന്താണ്, ഞാൻ എഫ് ഓഫ് ഇസഡിന്റെ അനാലിറ്റിക് ഫെയിലർ എന്ന പോയിന്റ് കറോൾ സാർ പറഞ്ഞതെന്ന് ഇപ്പം ജസ്റ്റ് മുമ്പ് പറഞ്ഞാണ്. പക്ഷെ അനാലിറ്റിക് ഫെയിലർ എന്ന പോയിന്റ് ഈ സർക്കിളിന്റെ അകത്താണോ അല്ലെങ്കിൽ പുറത്താണോ, അത് ഞാൻ കർവിന്റെ അകത്താണോ പുറത്താണോ ഞാൻ എങ്ങനെ ചെക്ക് ചെയ്യും? നമ്മൾ നോക്കാം. ഒരു പോയിന്റ് എങ്ങനെ എപ്പോൾ നമ്മൾ സർക്കിളിന്റെ അകത്തിരിക്കുന്നു പുറത്തിരിക്കുന്ന കാര്യം നോക്കാം. ഓക്കെ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ കെയർഫുള്ളായി മനസ്സിലാക്കി. ഞാൻ കൂടുതൽ പറയുന്നതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ട് നീ ഒന്ന് നോക്കണ്ട.
ഒരു എഫ് ഓഫ് ഇസറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ ആ സി എന്ന് പറഞ്ഞ ക്ലോസ്ഡ് കർവിൻ്റെ അകത്തും അതിൻ്റെ മുകളിലും അനാലിറ്റിക് ആണെങ്കിൽ, അനാലിറ്റിക് ഫെയിലർ ആവാതെ പോയിന്റ് വേണമെങ്കിൽ അതിന് പുറത്തുണ്ടാകാം, അതിനെക്കുറിച്ച് പറയുന്നില്ല. ആ സർക്കിളിൻ്റെ അകത്തും ആ ക്ലോസ്ഡ് കർവിൻ്റെ അകത്തും പിന്നെ അതിൻ്റെ മുകളിലും അത് കംപ്ലീറ്റ് അനാലിറ്റിക് ആണെങ്കിൽ നീ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഇൻ്റഗ്രേഷൻ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ അകത്ത് വരുന്ന പോയിന്റും പുറത്തു വരുന്ന പോയിന്റും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിനെ നോക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ജസ്റ്റ് അറിയുന്ന കാര്യമാണ് നോട്ട്സ്. മോഡുലസ് ഓഫ് ഇസറ്റ് ഇഫ് ഇങ്ങനെയാണ്, ഇഫ് ഇസറ്റ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ, ദിസ് ഇംപ്ലൈസ് നമുക്ക് അറിയുന്നതാണ്, നമുക്ക് ഇന്നും ക്ലാസ്സിൽ നോക്കി. മോഡുലസ് ഓഫ് ഇസറ്റ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് ചെയ്യണം, റിയൽ പാർട്ടിനെ സ്ക്വയർ ചെയ്യണം പ്ലസ് ഇമേജിനറി പാർട്ട് ഐൻ്റെ കൂടെ ഉള്ള ടേം വൈനെ സ്ക്വയർ ചെയ്യണം അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇത് നമുക്ക് ആൾറെഡി അറിയുന്നതാണ്. അത് ഇവിടെ നമുക്ക് യൂസ് ആകാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ എ സർക്കിൾ, കൺസിഡർ എ സർക്കിൾ മോഡുലസ് ഓഫ് ഇസറ്റ് -2 + 3i = 1. സോ ഇങ്ങനെ ഒരു സർക്കിൾ ഞാൻ എടുത്തു. ഇപ്പം ഞാനൊരു പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റ് ഈ സർക്കിളിൻ്റെ അകത്താണോ അല്ലെങ്കിൽ സർക്കിളിൻ്റെ പുറത്താണോ എന്ന് നോക്കാൻ വേണ്ടി നമുക്കിത് ട്രേസ് ചെയ്ത് നോക്കി ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പോയിന്റ് എടുക്കുന്നത്, ഒരു എക്സാമ്പിൾ അല്ല, ക്ലിയറാണ് നോക്കുക. ഞാൻ എടുക്കുന്നത് ഇസറ്റ് ഈക്വൽ ടു 1 + i എന്നൊരു പോയിന്റ്. ഈ 1 + i എന്നൊരു പോയിന്റ് ഈ തന്നിരിക്കുന്ന സർക്കിൾ, ഈ സർക്കിളിൽ നമുക്ക് നിനക്ക് അറിയാം ഇതിന് ഏത് ഫോമിൽ കൊണ്ടുവരാം. ഇസറ്റ് മൈനസ് മോഡുലസ് ഓഫ് ഇസറ്റ് മൈനസ് എ ഈക്വൽ ടു 1 ഫോമിൽ കൊണ്ടുവരാം. സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്? മോഡുലസ് ഓഫ് ഇസറ്റ് മൈനസ് എ ഈക്വൽ ടു 1 ആണ്. അതിനെ ട്രേസ് ചെയ്ത് ആ പോയിന്റ് ഈ 1 + i അകത്തിരിക്കുന്ന ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാം. അതിൻ്റെ മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഈ പോയിന്റ് 1 + i ഈ സർക്കിളിൻ്റെ അകത്താണോ അല്ലെങ്കിൽ പുറത്താണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ഇസറ്റിൻ്റെ പ്ലേസിൽ 1 + i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ മോഡുലസ് എടുക്കണം. ആ മോഡുലസ് 1നെക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ ഈ 1 + i ആ സർക്കിളിൻ്റെ പുറത്താണ്. സപ്പോസ് ഈ 1 + i ഇസറ്റിൻ്റെ പ്ലേസിൽ ഇടുമ്പോൾ ഈ 1നെക്കാട്ടിൽ ലെസ് ദാൻ വരികയാണെങ്കിൽ, കുറവാണെങ്കിൽ ഇതാണ് സർക്കിളിൻ്റെ അകത്താണ്. സപ്പോസ് ഈ 1 + i ഇടുമ്പോൾ ഈക്വൽ ടു 1 വരികയാണെങ്കിൽ ഓൺ ദ സർക്കിളിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇസറ്റിന് പകരം 1 + i ഇടുന്നത് നോക്കാം. ഇസറ്റിൻ്റെ പ്ലേസിൽ 1 + i ഇടുന്നത് എന്തായാലും മോഡുലസ് ഓഫ് 1 + i ഇസറ്റിന് പകരം 1 + i ഇട്ട് ഫസ്റ്റ് പോയിന്റ് നമ്പർ 1 + i -2 + 3i ഈക്വൽ ടു ഈ 1നോട് ഇതിൻ്റെ വാല്യൂ മാത്രം നോക്കുക. എന്തായാലും 1 - 2 എന്തായാലും -1, പിന്നെ i + 3i ആകുമ്പോൾ എന്താ ഉള്ള i + 3 ആകുമ്പോൾ +4i ശരിയാണല്ലോ. -2 4i. ഇപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് കിട്ടും നിനക്ക്? സോ ഇതിൻ്റെ മോഡൽസ് എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് -1 സ്ക്വയർ, അതിൻ്റെ വാല്യൂ 1 പ്ലസ് ഇമേജിൻ്റെ പാർട്ടിൻ്റെ സ്ക്വയർ 4 സ്ക്വയർ പ്ലസ് 16 എന്ത് കിട്ടുന്നത്? √17. വളരെ ക്ലിയർ ആയിട്ട് അറിയാം, √17 നമുക്ക് 4നെക്കാട്ടിലും കൂടുതലാണ്. കാര്യം എന്താണ്? √16 ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 4 ആണ്. √17 ആകുമ്പോൾ 4നെക്കാട്ടിൽ കൂടുതലാണ്. സോ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ അതുകൊണ്ട് നമുക്ക് ഒരു കൺക്ലൂഷൻ എന്താണ്? ഇസറ്റിൻ്റെ പ്ലേസിൽ 1 + i ഇട്ടപ്പോൾ നമ്മുടെ റേഡിയസിനെക്കാട്ടിലും വലിയ വാല്യൂ കിട്ടുന്നത്. therefore this implies 1 + i lies outside the circle. ഈ സർക്കിളിൻ്റെ ഔട്ട്സൈഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? മോഡുലസ് അറിഞ്ഞിരിക്കണം. ആ പോയിന്റിൻ്റെ വാല്യൂവിനെ സർക്കിളിൻ്റെ ഇസറ്റിലെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന് ടോട്ടൽ വാല്യൂ കാണണം. ടോട്ടൽ മോഡുലസ് റേഡിയസിനെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ സർക്കിളിൻ്റെ ഔട്ട്സൈഡ്, റേഡിയസിനെക്കാട്ടിലും കുറവാണെങ്കിൽ സർക്കിളിൻ്റെ ഇൻസൈഡ്. ഓക്കെ, ഇപ്പോൾ അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. നമ്പർ 2 ഇതേ സെയിം സർക്കിൾ തന്നെയാണ്. ഇസറ്റ് ഈക്വൽ ടു
2 minus അതെന്താ നമുക്ക് 5/2 ഇട്ടാ 5/2 ആയി ഇട്ടാ 6 ഓക്കെ ഇരിക്കട്ടെ 5/2 ആയി. സോ ഇങ്ങനത്തെ ഒരു പോയിന്റ് ഇടുന്നു 2 മൈനസ് 5/2 ആയി. ഓക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സോ ഇത് സെക്കൻഡ് പോയിന്റ് ആണ്. ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇസെറ്റിൻ്റെ പ്ലേസിൽ ഇടേണ്ടത് 2 മൈനസ് 5/2 ആയി. പിന്നെ ബാക്കിയുള്ള ടേം എന്താണ് ഇവിടെ? -2 പ്ലസ് 3i ഈക്വൽ ടു ഈ 2ഉം -2ഉം ക്യാൻസൽ ആവും. ബാക്കി ഇവിടെ എന്താവും? ഈ എൽ സി എടുക്കുമ്പോൾ ഇത് നോക്കാം. ഓക്കെ ഈക്വൽ ടു മോഡുലസ് ഓഫ് -5/2i -5i/2 പ്ലസ് 3i. ഇത് എൽ സി എടുക്കുമ്പോൾ 6i എന്നാവും. 6i എന്നാകുമ്പോൾ നിനക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു മോഡുലസ് ഓഫ് 1/2i എന്നാവും. 1/2i ശരിയാന്ന് നോക്ക്, ചെക്ക് ചെയ്യും. 1/2i ആകുമ്പോൾ അതിൻ്റെ മോഡുലസ് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് x സ്ക്വയർ. ഇവിടെ റിയൽ പാർട്ട് ഇല്ല, അപ്പോൾ 0 സ്ക്വയർ ദാറ്റ് ഈസ് 0 പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 1/4. സോ ഈക്വൽ ടു 1/4ൻ്റെ റൂട്ട് നിനക്കറിയാം 1/2 ആണ്. ഇത് ലെസ് ദാൻ 1 ആണ്. സോ ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് ലാസ്റ്റ് കൺക്ലൂഷൻ വരാം? അതായത് റേഡിയസിനെക്കാൾ കുറവായതുകൊണ്ട് therefore 2 minus 5/2/i. therefore നമ്മുടെ കൺക്ലൂഷൻ ഇതാണ്: 2 minus 5/2i lies inside a circle, inside the given circle. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയുന്ന ഒരു കാര്യം എന്താണ്? ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ മോഡുലസ് ഓഫ് z മൈനസ് a ഈക്വൽ ടു r ആണ്. ജസ്റ്റ് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരു പോയിന്റ് സർക്കിളിൻ്റെ ഇൻസൈഡ് ആണോ അല്ലെങ്കിൽ പോയിന്റ് സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആണോ കാണുന്ന മെത്തേഡ് എന്താണ്? ഇസറ്റിന് പകരം ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിൻ്റെ ഹോൾ മോഡുലസിൻ്റെ വാല്യൂ കാണണം. ആ ഹോൾ മോഡുലസിൻ്റെ വാല്യൂ റേഡിയസിനായിട്ട് കുറവാണെങ്കിൽ സർക്കിളിൻ്റെ ഇൻസൈഡ്, റേഡിയസിന് കൂടുതലാണെങ്കിൽ സർക്കിളിൻ്റെ ഔട്ട്സൈഡ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത് രണ്ട് എക്സാമ്പിളും ക്ലിയർ ആയി നോക്കുക. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കി, സെക്കൻഡ് എക്സാമ്പിൾ നോക്കി. ഇത് സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആയത് കാര്യം >1 ആണ്. ഇതിൻ്റെ മോഡൽ എടുക്കുമ്പോൾ 1/2 ലെസ് ദാൻ 1 ആണ്. സർക്കിളിൻ്റെ ഇൻസൈഡ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ അടുത്ത് കോഷീസ് തിയറത്തിൻ്റെ പ്രോബ്ലത്തിൽ പോകാൻ രണ്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഓക്കെ കോഷീസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ എഴുതാൻ നമുക്ക്. CAUCHYS കോഷീസ് തിയറം. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഇരിക്കട്ടെ കംപ്ലീറ്റ് ആയിട്ട്. എന്താണ്? ഫംഗ്ഷൻ if a function f of z is analytic at all points inside and on a simple closed curve C, then integral over C f of z dz equal to 0. ഇതാണ് ആ കോഷീസ് തിയറം പറയുന്നത്. ആൾറെഡി ഞാൻ തന്നതാണ്, ഒന്നുകൂടെ ഞാൻ തരുന്നു. ഇപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലം വരുമ്പോൾ ഇനി എന്ത് ചെയ്യണം? ഈ എഫ് ഓഫ് ഇസഡ് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്ന എഫ് ഓഫ് ഇസഡ് എവിടെയൊക്കെ അനാലിറ്റിക് ഫെയിലർ ആവുന്നു എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. ഓക്കെ, ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്കത് ജസ്റ്റ് മുമ്പ് ഞാൻ നോക്കിയിട്ടുണ്ട്. ഏത് ഫംഗ്ഷനൊക്കെ അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിന്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിന്റ് ചെക്ക് ചെയ്തിട്ട് ആ പോയിന്റ് ഈ സർക്കിളിൻ്റെ അകത്ത് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യണം? ജസ്റ്റ് മുമ്പ് നോക്കിയാണ്. സപ്പോസ് ചെക്ക് ചെയ്യുമ്പോൾ ആ പോയിൻ്റൊക്കെ അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിൻ്റൊക്കെ സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആണെങ്കിൽ, അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിൻ്റൊക്കെ സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. കാര്യം എന്താണ്? ഇൻസൈഡിൽ അനാലിറ്റിക് ആയിരുന്നാൽ മതി. അപ്പോൾ അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിന്റ് ഉണ്ടായിരുന്നാൽ അത് സർക്കിളിൻ്റെ പുറത്തേ കിടക്കുന്നത്, നമുക്ക് പ്രശ്നമില്ല. അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആണ്. അനാലിറ്റിക് ഫെയിലർ ആവുന്ന പോയിന്റ് സർക്കിളിൽ എവിടെ വരാൻ പാടില്ല? ഇൻസൈഡ് വരാൻ പാടില്ല. അതൊക്കെ പുറത്താണെങ്കിൽ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, രണ്ടുകൂടെ പ്രോബ്ലം നോക്കാം. ഒന്ന് ക്ലിയർ ആയി നോക്കിയിട്ടിരിക്കുക. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ ഫസ്റ്റ് പ്രോബ്ലം എക്സാമ്പിൾ 1. ഇത് തിയറം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവാലുവേറ്റ് integral over C
e raised to 3z divided by z minus 3 into z plus 5 dz, where C is a circle modulus of z plus 1 equal to 2. Modulus of z plus 1 equal to 2. Okay, very good. നമുക്ക് തന്നിരിക്കുന്ന പോയിന്റിൽ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോകുന്ന ഈ ഏരിയ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് എഫ് ഓഫ് ഇസഡ് എന്ന് എടുക്കും. സോ അതിൻ്റെ സൊല്യൂഷൻ ഗിവൺ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇതിനാണ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. ഇ റൈസ് ടു 3z ഡിവൈഡ് ബൈ z മൈനസ് 3 ഇൻറ്റു z പ്ലസ് 5 ആണ്. z മൈനസ് 3 ഇൻറ്റു z പ്ലസ് 5. ഓക്കെ, ഈ പോയിന്റ് ഒക്കെ അനാലിറ്റിക് ഫെയിലിയർ ആവുന്ന പോയിന്റ് ഇവിടെയൊക്കെയാണ്. ജസ്റ്റ് മുമ്പ് നോക്കിയാണ് എന്താണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്, പോളിനോമിയൽ അനാലിറ്റിക് ആണ്. ഈ ഫംഗ്ഷൻ ഇവിടെയൊക്കെ ഡിഫൈൻഡ് അല്ല, 3യിൽ ഡിഫൈൻഡ് അല്ല, അതുപോലെ -5യിൽ ഡിഫൈൻഡ് അല്ല. അപ്പോൾ അനാലിറ്റിക് 3 ഇടുമ്പോൾ ഡിനോമിനേറ്റർ ഇവിടെ 0 ആണ്, -5 ഇടുമ്പോൾ ഡിനോമിനേറ്റർ ഇവിടെ 0 ആണ്. അപ്പോൾ 3യിൽ ഡിഫൈൻഡ് അല്ല, -5യിൽ ഡിഫൈൻഡ് അല്ല. അപ്പോൾ അനാലിറ്റിക് ഫെയിലിയർ ആവുന്ന പോയിന്റ് ഏതൊക്കെയാണ്? 3ഉം 5ഉം ആണ്. അത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ക്ലിയർലി f of z is analytic at all points except at z equal to 3, -5. അപ്പോൾ ഈ z equal to 3ഉം -5ഉം ആണ് ഇവിടെ അനാലിറ്റിക് ഫെയിലിയർ ആവുന്ന പോയിന്റ്. ഈ പോയിന്റ് രണ്ടും സർക്കിളിൻ്റെ ഈ തന്നിരിക്കുന്ന ഗിവൺ സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആണെങ്കിൽ നീ ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് ഇൻറ്റഗ്രേഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നീ ഇപ്പോൾ ചോദിക്കാം സാർ അപ്പോൾ ഇൻസൈഡ് ആകുമ്പോൾ എന്താവും? ഇൻസൈഡ് വരുന്ന പോയിന്റിന് അടുത്ത തിയറം ഉണ്ട്, കോഷീസ് ഇൻറ്റഗ്രൽ ഫോർമുല. ഓക്കെ, ഒന്നിനെ കുറിച്ചൊന്നും പേടിക്കണ്ട. ഈ തന്നിരിക്കുന്ന നമുക്ക് ഐഡിയ നമുക്കറിയാം, ഏതാണ് അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാൻ അറിയാം. ജസ്റ്റ് മുമ്പ് പറഞ്ഞ സർക്കിളിൻ്റെ അകത്താണോ അല്ലെങ്കിൽ സർക്കിളിൻ്റെ പുറത്താണോ അത് നമുക്കറിയാം. പിന്നെ എന്തിനു പേടിക്കണം? ഇപ്പോൾ ഇസെറ്റിന് പകരം നമുക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതുപോലെ ഇസെറ്റിന് പകരം -5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന സർക്കിൾ എന്താണ്? given circle given modulus of z plus 1 equal to 2 ആണ് നമ്മുടെ സർക്കിൾ. ഫസ്റ്റ് പോയിന്റ് ഞാൻ ഇസെറ്റിന്റെ പ്ലേസിൽ 3 ഇടുന്നു. z ഈക്വൽ ടു 3 ഇടുമ്പോൾ എന്ത് കിട്ടും? മോഡുലസ് ഓഫ് 3 plus 1 ഈക്വൽ ടു മോഡുലസ് ഓഫ് 4. മോഡുലസ് ഓഫ് 4 ഡബിൾ എന്താവും? 4 plus 0 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 4 square plus 0 square. അപ്പോൾ റൂട്ട് 6 എന്താവും? ഈക്വൽ ടു 4. സോ ഈക്വൽ ടു 4 എന്താണ്? ഗ്രേറ്റർ ദാൻ 2 ആണ്. ഓക്കെ, മോഡുലസ് ഓഫ് 4 ആകുമ്പോൾ നമുക്ക് എഴുതണം. സോ ഈക്വൽ ടു റൂട്ട് ഓഫ് 16 ഈക്വൽ ടു 4, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2. സോ ദെയർഫോർ നമുക്ക് ഒരു കാര്യം മനസ്സിലായി എന്താണ്? ദെയർഫോർ 3 ലൈസ് ഔട്ട്സൈഡ്, ഈ സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആണ്. പിന്നെ അടുത്ത പോയിന്റ് എവിടെയാണ് പ്രശ്നമുള്ളത്? -5 ആണ്. ഓക്കെ, ഇസെറ്റിന് പകരം -5 ഇടും. സോ ഇസെറ്റ് ഈക്വൽ ടു -5. -5 ഇടുമ്പോൾ നമുക്ക് എന്താവും? മോഡുലസ് ഓഫ് -5 plus 1 equal to modulus of -4 തന്നെയാണ് വരുന്നത്. മോഡുലസ് ഓഫ് -4 -5 plus 1 -5 plus 1 ആകുമ്പോൾ -4 തന്നെയാണ് വരുന്നത്. -4 മോഡുലസ് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് -4 the whole square plus 0 square. അത് -4 തന്നെയാണ്. അത് -4 ആകുമ്പോൾ എന്താവും? റൂട്ട് ഓഫ് 16 വരും. റൂട്ട് 16ന്റെ വാല്യൂ 4 ആണ്. സോ 4 ആകുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 2 ആണ്. സോ ഓക്കെ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 4 ഗ്രേറ്റർ ദാൻ 2 ഈക്വൽ ടു 4 ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? അവിടെ തന്നിരിക്കുന്ന പോയിന്റ് 3ഉം. സോ ദെയർഫോർ z ഈക്വൽ ടു 5 ലൈസ് ഔട്ട്സൈഡ്. നമ്മൾ തന്നിരിക്കുന്ന പോയിന്റ് 2 പോയിന്റ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? z ഈക്വൽ ടു 3 ഉണ്ടായിരുന്നു, z ഈക്വൽ ടു -5 ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കൺക്ലൂഷൻ വരുന്നത് എന്താണ് ഇവിടെ? സോ ദെയർഫോർ z ഈക്വൽ ടു 3ഉം z ഈക്വൽ ടു -5ഉം ഔട്ട്സൈഡ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി? ഇവിടെ അനാലിറ്റിക് ഫെയിലിയർ ആവുന്ന പോയിന്റ് ഉണ്ടായിരുന്നു, പക്ഷെ ആ പോയിന്റ് ഒക്കെ എവിടെ ഇരിക്കുന്നത്? സർക്കിളിന്റെ ഔട്ട്സൈഡ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഇന്റഗ്രാൻഡ് സർക്കിളിന്റെ അകത്ത് കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്. കാര്യം അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ഉണ്ടെങ്കിൽ അത് സർക്കിളിന്റെ അകത്തല്ല, പുറത്തായിരിക്കുന്നു. കോഷീസ് തിയറം പറയുന്നത് എന്താണ്? സർക്കിളിന്റെ അകത്തോ അല്ലെങ്കിൽ ഓൺ ദ സർക്കിളിലോ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ അനാലിറ്റിക് ആണെങ്കിൽ ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പ്രമാണത്തിൽ അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് സർക്കിളിന്റെ പുറത്തായിരിക്കുന്നു. സർക്കിളിന്റെ അകത്ത് ഇത് കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്. കാര്യം ആ പോയിന്റ് സർക്കിളിന്റെ അകത്തില്ല. സോ ദിയർഫോർ നമ്മുടെ കോഷീസ് തിയറം പ്രകാരം ലാസ്റ്റ് കൺക്ലൂഷൻ എന്ത് കൊടുക്കാം? നോട്ട് ക്ലിയറായി മനസ്സിലാക്കിയെടുക്കുക. മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും സ്ലോ ആയിട്ട് ഞാൻ പറയുന്നത്. സോ എന്താണ് അപ്പോൾ ലാസ്റ്റ് കൺക്ലൂഷൻ എന്താണ്?
സോ ഹിയർ ഈ ബോക്സിൽ നിന്ന് കിട്ടുന്നത് 3, -5 ലൈ outside the circle. Outside the circle. Last ആണ് ഇത് given. Outside the circle. Outside the circle. ഇതാണ് modulus of z plus I, z plus 1 equal to 2. Therefore, ഇത്രയും ഡീറ്റെയിൽ അല്ലെന്ന് ആവശ്യമില്ല. Therefore, നമ്മുടെ എന്താണ് f of z equal to e raised to, എനിക്ക് തോന്നുന്നു e raised to 3z ആണോ, e raised to 3z by z minus 3 into z plus 5 is analytic. ഇത്രയും കൂടുതൽ ഡീറ്റെയിൽ അല്ല, analytic at all points inside and on a circle modulus of z plus 1 equal to 2. ഇത് അനാലിറ്റിക് എവിടെ ഇൻസൈഡിൽ ഈ പോയിന്റ് ഇല്ല, ഓൺ ദ സർക്കിളിലും പോയിന്റ് ഇല്ല, പുറത്തായിരിക്കുന്നത്. അപ്പോൾ ഇത് സർക്കിളിൻ്റെ അകത്തും ഓൺ ദ സർക്കിൾ അനാലിറ്റിക് ആണ്. therefore നമ്മുടെ കൺക്ലൂഷൻ therefore integral or c നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ e raised to 3z by z minus 3 into z plus 5 dz equal to 0. കംപ്ലീറ്റ് ഒരു അനാലിറ്റിക് ആയതുകൊണ്ട് ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ വാല്യൂ 0. ഞാൻ ഇത്രയും ഡീപ്പായിട്ടാണ് നോട്ട്സ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കൂടുതൽ വേണമെന്നില്ല, ഞാൻ ഇത്രയും കൂടുതൽ തന്ന് അടുത്ത ക്വസ്റ്റൻ ആകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ വീഡിയോ ലെന്ത് ഒത്തിരി കൂടുതലായെന്ന് തോന്നുന്നു. എന്തായാലും പെട്ടെന്ന് ഞാൻ ഒരു ക്വസ്റ്റൻ കൂടെ ഇടുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു തിയറം ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഇവാലുവേറ്റ് integral over c sin അല്ലെങ്കിൽ cos 2z by z plus 2 into z minus 3i dz where c is modulus of z equal to 1 എന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യണം. എന്തൊക്കെയാണ് ഇവിടെ കാസ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ തന്നിട്ടുണ്ട്, കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്. ഏതൊക്കെയാണ് -2 അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ആണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഡിനോമിനേറ്റർ 0 എന്ന പോയിന്റ് എന്തൊക്കെയാണ്, വെറും ഒന്ന് -2ഉം പിന്നെ അടുത്തത് 3 ആണ്. ഇവിടെ z വരെ 3 ഇട്ട് അത് ഡിനോമിനേറ്റർ 0 ആവും. -2ഉം 3ഉം ആണ് അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ്. അത് ഈ സർക്കിളിൻ്റെ അകത്ത് ഇടുമ്പോൾ എന്താണ്, ഇവിടെ -2 ഇടുമ്പോൾ എന്താവും, modulus of -2 value 2 ആണ്, ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ -2 അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ആണ്, സർക്കിളിൻ്റെ ഔട്ട് സൈഡ് ആണ്. അടുത്ത് 3 ഇടുമ്പോൾ modulus of 3 z പകരം ഇവിടെ 3 ഇടുമ്പോൾ എന്താവും, modulus of 3 equal to 1. അത് modulus 3 equal to square root of 0 square plus 3 square ആണ്. അപ്പോൾ 3 തന്നെ കിട്ടും, അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഈ രണ്ട് പോയിന്റും അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ആണ്, രണ്ട് സർക്കിളിൻ്റെ ഔട്ട് സൈഡ് ആണ്, ഇൻസൈഡിൽ ഒരു പോയിന്റ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഷൻ വരാം, ഇത്രയും ഫംഗ്ഷൻ സർക്കിളിൻ്റെ ഇൻസൈഡ് അനാലിറ്റിക് ആണ്. കാരണം അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ഉണ്ടായിരുന്നത് സർക്കിളിൻ്റെ ഔട്ട് സൈഡ് ആയിരിക്കും. നമുക്ക് ഔട്ട് സൈഡിലുള്ള കാര്യം നോക്കേണ്ട ആവശ്യമില്ല, ഇൻസൈഡ് അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ഉണ്ടോ ഇല്ലെന്ന് നോക്കണം. രണ്ട് ഔട്ട് സൈഡ് തന്നെയായിരിക്കും. സോ അതുകൊണ്ട് ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ വലിയ എന്താണ് ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ, ഇത്ര കാര്യങ്ങൾ എഴുതിയാൽ മതി. ഞാൻ നേരത്തെ കാര്യങ്ങളെല്ലാം ഡീപ്പായിട്ട് എഴുതിയത് ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ്. നിങ്ങളിപ്പോൾ അനാലിറ്റിക് ഫെയിലിയർ എന്ന പോയിന്റ് ചെക്ക് ചെയ്യണം, അത് സർക്കിളിൻ്റെ ഔട്ട് സൈഡ് ആണെങ്കിൽ ഞാൻ അതിൻ്റെ വാല്യൂ എന്താണ് ഈക്വൽ ടു 0 ഇടാം. ഇതാണ് കോഷീസ് തിയറം പറയുന്നത്. ഓക്കെ മക്കളെ, അടുത്ത കോഷീസ് തിയറത്തിൻ്റെ അടുത്ത ഓരോ 1-2 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം അടുത്ത വീഡിയോയിൽ.